വാട്ട് മാജിക്കിൽ ഇന്ന് നമ്മൾ ഒന്നാമത്തെ പാർട്ടിൽ ചർച്ച ചെയ്ത മറ്റൊരു സംശയം കൂടെയാണ്. വാട്ട്സ് യുവർ പെറ്റ് നെയിം, വാട്ട്സ് യുവർ പെറ്റ്സ് നെയിം. ഇതിലേതാണ് കറക്റ്റ്? നമുക്ക് നോക്കാം ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന്. എ പെറ്റ് നെയിം ഇസ് എ സ്പെഷ്യൽ നെയിം. പെറ്റ് നെയിം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഓമന പേര് എന്ന് പറയുന്ന പേര് ഒരു പ്രത്യേകമുള്ള പേരാണ്. ദാറ്റ് യു യൂസ് ഫോർ എ ക്ലോസ് ഫ്രണ്ട്. ഏറ്റവും അടുത്ത ഫ്രണ്ടുകൾക്ക്, കൂട്ടുകാർക്ക് നിങ്ങൾ വിളിക്കുന്ന ഒരു പേരാണ് പെറ്റ് നെയിം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എ മെമ്പർ ഓഫ് യുവർ ഫാമിലി, നിൻ്റെ കുടുംബത്തിലെ ഒരാൾക്ക് നീ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ്. ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ദെയർ റിയൽ നെയിം, അവരുടെ യഥാർത്ഥ പേര് ഉപയോഗിക്കുന്നതിൻ്റെ പകരം, ഇൻസ്റ്റെഡ് എന്ന് പറയുന്നത് പകരം, അവരുടെ യഥാർത്ഥ പേര് ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ ചില ഇരട്ടപ്പേര് അല്ലെ ഓമനപ്പേര് പല ആളുകളും പലതും ഉപയോഗിക്കാറുണ്ട്. അതുപോലെ രണ്ടാമത്തെ പേര്, പക്ഷേ അത് ലീഗലി അതിന് റെക്കോർഡോ തെളിവോ ഉണ്ടാവുകയില്ല. ആ പേരുകൾക്കാണ് പെറ്റ് നെയിം എന്ന് പറയുന്നത്. ഉദാഹരണം ലവ്, ഡാർലിംഗ് ആൻഡ് ഹണി എന്നൊക്കെ പറയാം. നമ്മുടെ മലയാളത്തിലാണെങ്കിൽ കുഞ്ഞോന്, കൊച്ചാപ്പു, പല സ്ഥലത്തിലുള്ള ആളുകൾ അവരുടെ ലൊക്കേഷൻ അനുസരിച്ച് അവരുടേതായ കൊളോക്കിയൽ ലാംഗ്വേജ് എന്നാണ് അതിനെ ഉപയോഗിക്കുക. അതായത് അവരുടെ ഏരിയയിൽ ഉപയോഗിക്കുന്ന ചില വേർഡുകൾ ഉപയോഗിക്കാറുണ്ട്. ഇതിനെയാണ് പെറ്റ് നെയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ സംശയം വാട്ട്സ് യുവർ പെറ്റ് നെയിം എന്ന് പറഞ്ഞാൽ നിൻ്റെ ഇരട്ട പേരെന്താണ് എന്ന്. അപ്പോൾ ഇവിടെ വാട്ട്സ് യുവർ പെറ്റ്സ് നെയിം എന്ന് ചോദിച്ചാൽ, പെറ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വളർത്തുമൃഗങ്ങളായ നായ, പൂച്ച, പ്രാവ് തുടങ്ങിയ മൃഗങ്ങളെ പെറ്റ്സ് എന്ന് പറയും. നിങ്ങളുടെ കൂട്ടുകാരൻ ഒരു നായൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ അവനോട് വാട്ട്സ് യുവർ പെറ്റ്സ് നെയിം എന്ന് ചോദിച്ചാൽ അവിടെ നിൻ്റെ നായയുടെ പേരെന്താണ് എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് രണ്ടിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പെറ്റ് നെയിം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇരട്ടപ്പേര്, ഓമനപ്പേര്. പക്ഷേ നമ്മൾ ഒരു അപ്പോസ്ട്രോഫി ചേർക്കുമ്പോൾ അവിടെ ആ പെറ്റിൻ്റെ റിലേഷനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ പെറ്റിൻ്റെ നെയിമാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. രണ്ടും ശരിയാണ്, പക്ഷേ വ്യത്യസ്ത അർത്ഥങ്ങളാണ്. ഓക്കെ, വാട്ട് മാജിക്കിൻ്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോവാം. See you, bye.